പെരുന്നാളിന്റെ സമയമാണ്. എങ്ങനെയെങ്കിലും കുപ്പായം വാങ്ങിയാ പറ്റൂലല്ലോ. കീറിയ പാന്റ് അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിരിക്കുകയാണ്. ആ പാന്റ് ധരിച്ചാലും മുട്ടു വെളിവാകുന്നു. സുബ്ഹാനല്ലാഹ്, ആരെങ്കിലും കീറിയതല്ല. നാളെ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എന്റെ പേരക്കുട്ടി ചെറിയ കുട്ടിയാണ്. അയാൾ പറയാണ്, എന്റെ പേരക്കുട്ടി, ഉപ്പാപ്പ പറയാണ് പേരക്കുട്ടിയെ കുറിച്ച്, ആ പേരക്കുട്ടിക്ക് ആകെ വയസ്സ് 3 വയസ്സേ ആയിട്ടുള്ളൂ. നോക്കുമ്പോൾ ഉപ്പാപ്പ പേരക്കുട്ടിയോ ഒന്ന് ചീത്ത പറഞ്ഞതാണ്. എന്തോ ഒരു വിഷയം ഉണ്ടായപ്പോ ഈ പേരക്കുട്ടി ഉപ്പാപ്പയുടെ വതാ മുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ മുണ്ട് എന്നാ പറയാ, ഇവിടെ തുണി അരവുടുപ്പില്ലേ, ആ അരവുടുപ്പിനെ തേടി പിടിച്ച് എന്നിട്ട് ഒറ്റ കീറൽ. ഉപ്പാപ്പാനോടുള്ള ദേഷ്യം. ഉപ്പാപ്പ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞപ്പോ ഉപ്പാപ്പാനോടുള്ള ദേഷ്യം കൊണ്ട് ഉപ്പാപ്പയാണ് ആ വീട്ടിൽ അങ്ങനെ മുണ്ടുടുക്കാറുള്ളൂ, തുണി ഉടുക്കാറുള്ളൂ, അരവുടുപ്പ്. അത് കറക്റ്റ് അങ്ങ് തേടി പിടിച്ച് കീറിക്കളഞ്ഞു. ഒരു ഉപ്പാപ്പ എന്നോട് പറഞ്ഞത് ഞാനിപ്പോ ഓർക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കീറിയ കുപ്പായം ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയിരിക്കുന്നു. കീറിയ പാന്റ് ഇപ്പോഴത്തെ ട്രെൻഡായി മാറിയിരിക്കുന്നു. ഈ ബലിപെരുന്നാളിന് കുപ്പായം വാങ്ങുമ്പോ വാല കേൾക്കുന്ന പെങ്ങളെ, പരിഷ്കാരത്തിന്റെ കുപ്പായം നിനക്ക് വേണ്ട കേട്ടോ. ചെറുപ്പക്കാരാ, ഇന്നത്തെ ഫാഷനിന്റെ കുപ്പായം നിനക്ക് വേണ്ടടോ. നിനക്ക് നല്ല ഈമാനിന്റെ കുപ്പായമാണ് വേണ്ടത്. അത് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് പുരുഷന്മാരെ നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഭാര്യ എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഭാര്യക്ക് തോന്നിയത് ധരിപ്പിക്കാൻ പാടില്ല. അതേ സമയത്ത് ഭാര്യ നല്ല ഇസ്ലാം പഠിപ്പിച്ച വസ്ത്രം തന്നെയാണ് ധരിക്കുന്നതെങ്കിൽ വിരോധമില്ല. അപ്പൊ പിന്നെ നീ അവളോട് നീ ഇത് ധരിക്കരുത്, പുതിയ ഫാഷനിന്റെ കുപ്പായം ധരിക്കണോന്ന് പറഞ്ഞിട്ട് അവളെ ബെടക്കാക്കാൻ പാടില്ല. അതേ സമയത്ത് അവള് തെറ്റുമ്പോൾ അവളോട് പറയണം, നീ നല്ല ഇസ്ലാമിന്റെ കുപ്പായം ധരിക്കണം. അങ്ങനെ ഭാര്യയുടെ കുപ്പായം എങ്ങനെ വേണമെന്ന് ഭർത്താവ് ഒന്ന് തീരുമാനിച്ചു കൊടുക്കേണ്ടതല്ലേ. എന്തേ കാരണം? ഭാര്യയും ഭർത്താവും ഒന്നിച്ചു സ്വർഗത്തിലെത്തേണ്ടവരാണ്. ഇതുപോലെ സ്വന്തം കുട്ടികൾക്ക് കുപ്പായം വാങ്ങുമ്പോ ഞാൻ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, നിങ്ങൾ കുപ്പായം വാങ്ങാൻ പോയിക്കോളൂ, പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതേ സമയത്ത് പെൺകുട്ടികൾക്ക് നിങ്ങൾ ഡ്രസ്സ് വാങ്ങുമ്പോ അതേ കഴിവിന്റെ പരമാവധി ഫുൾ സ്ലീവ് ഡ്രസ്സ് കൊടുക്കാനാ നോക്കേണ്ടത്. ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് സ്ലീവ്ലെസ് ഡ്രസ്സ് കഴിവിന്റെ പരമാവധി ഒഴിവാക്കണോ. കാരണം കുട്ടിക്കാലത്ത് ഏത് കോലമാണ് അവരുണ്ടാകുന്നത്, അതേ കോലമാണ് വലുതാകുമ്പോൾ അവർ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി പെൺകുട്ടികളാണോ ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ന്യായം പറയണ്ട. ഫുൾ സ്ലീവ് കുപ്പായമാണ് വാങ്ങിക്കൊടുക്കേണ്ടത്. അല്ലാതെ സ്ലീവ്ലെസ് കുപ്പായം നിങ്ങൾ അവഗണിക്കണം കേട്ടോ. കാരണം അവൾ വലുതായ അങ്ങനെ പറയുമ്പോ ചിലർ പറയാണ്, ഉസ്താദ് അവള് ബെല്ലിയായ പിന്നെ ഏതായാലും സ്ലീവ്ലെസ് ഇടകില്ല, ഇപ്പെങ്കും തെല്ലിടട്ട് എന്ന് പറയും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, നക്കിണിക്ക് ബ്യാരി ഭാഷയിൽ. വലുതായതിനു ശേഷം പിന്നെ ഇവിടെ വരെ മാത്രമായിട്ട് കാണിച്ചിട്ട് നടക്കാൻ പറ്റൂലല്ലോ. ഇപ്പൊ കുറച്ച് ഇടട്ടെ, ഞാൻ പാടില്ല. ഇപ്പൊ തന്നെ ശ്രദ്ധിച്ചാൽ പിന്നെ ശരിയാവും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, ചെക്കുറുടെ നടുല് കെട്ടാ ചെക്കയുടെ നടുല് കെട്ടകാവില്ല. മനസ്സിലായോ? എത്ര പണപ്പിണമാരെ. ചെക്കുരുടെങ്കിലും നടുല് കെട്ടാ ചെക്കയുടെ കെട്ടകാവില്ല. ചക്കക്കുരു എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ചക്കക്കുരു. എന്താ ഈ മഴക്കാലത്ത് ചക്കക്കുരിനെ അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ അറിയാം? കാരണം എന്താ, ഉമ്മമാർ കാര്യമായിട്ട് മഴക്കാലത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന കരിയാണ് ചക്കക്കൂരിന്റെ കരി. അപ്പൊ ചക്കക്കൂരിന് വേണല്ലേ എന്നതുപോലെ കുട്ടിക്കാലത്ത് നന്നായി ശ്രദ്ധിച്ചാൽ മക്കൾ നന്നാവും. വലുതായതിനു ശേഷം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ പെൺകുട്ടികൾക്ക് ഫുൾ സ്ലീവ് കുപ്പായം വാങ്ങിക്കൊടുക്കണം. സ്ലീവ്ലെസിന്റെ പിന്നാലെ പോകണ്ട. പിന്നെ അവൾ സ്ലീവ്ലെസ്സും കാണിച്ചിട്ട് പിന്നെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് പിന്നെ അതിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ നോക്കും. അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാനിത് സർവ്വ ഉമ്മമാരോട് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്.
പൈസയല്ല വിഷയം, വിലയല്ല വിഷയം, മാനമാണ് വിഷയം, ഇസ്സത്താണ് വിഷയം. ഇസ്സത്ത് ഒരു തവണ അങ്ങ് പോയാൽ പിന്നെ എത്ര പൈസ കൊടുത്താലും ആ ഇസ്സത്ത് തിരിച്ചു കിട്ടൂല. പൈസ ഇല്ലാത്തവന് പൈസ ഉണ്ടാക്കാം. അതേ സമയത്ത് മാനം നഷ്ടപ്പെട്ടു പോയാൽ, ഒരു തവണ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയാൽ ആ ഇസ്സത്ത് പിന്നെ എത്ര പണം കൊടുത്താലും, എത്ര അധ്വാനിച്ചാലും, എത്ര പ്രവർത്തിച്ചാലും, എത്ര ഓടി നടന്നാലും അതുണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഇത് സർവരക്ഷിതാക്കൾ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് ആവേശം വേണ്ടത് ദീനിന്റെ കാര്യത്തിലല്ലേ? ഉമ്മാനെ കണ്ടിട്ടല്ലേ മകള് പഠിക്കുന്നത്, ബാപ്പാനെ കണ്ടിട്ടല്ലേ മകൻ പഠിക്കുന്നത്. അതുകൊണ്ട് ഈമാനുള്ളവർക്ക് ആവേശമുണ്ടാകേണ്ടുന്നത് ഏത് വിഷയത്തിലാണ്? റുക്കഅൻ സുജ്ജദാ. അവർ ഏത് സമയത്തും റുകൂഇലായിരിക്കും, സുജൂദിലായിരിക്കും. ഏത് സമയത്തും റുകൂഇലാണ്, ഏത് സമയത്തും സുജൂദിലാണ്. ഓ വയല കേൾക്കുന്ന ചെറുപ്പക്കാരാ, ഇത് SSFന്റെ പരിപാടിയല്ലേ? കൗമാരപ്രായമുള്ള മക്കളുടെ പരിപാടിയല്ലേ? പറയട്ടെ ചെറുപ്പക്കാരാ, രാത്രി നീയൊന്ന് ഉറക്കം വഴിച്ചാലോ? ഉറക്കം വഴിച്ചാൽ പിറ്റേന്ന് പകല് നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടാകും. പിറ്റേന്ന് പകല് മുഖത്ത് ക്ഷീണം കാണുമ്പോ തന്നെ മനസ്സിലാകും, ഏകദേശം ഒരു ലെവല് മനസ്സിലാകും. തലേന്ന് രാത്രി ചങ്ങാതി ഉറങ്ങിയിട്ടില്ല, ആ ക്ഷീണം മുഖത്ത് കാണുന്നു. എന്നാൽ രാത്രി ഇബാദത്ത് ചെയ്ത മുഖമാണോ, പിറ്റേന്ന് ആ മുഖത്ത് നല്ല വെളിച്ചമുണ്ടാകും, നല്ല പ്രഭയുണ്ടാകും, നല്ല തെളിച്ചമുണ്ടാകും. ഖുർആൻ പറഞ്ഞത് ഈമാനുള്ള ജനങ്ങളുടെ അടയാളം റുക്കഅൻ സുജ്ജദാ. ഏത് സമയത്തും അവർ റുകൂഉം സുജൂദും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിസ്കാരത്തിനോട് അവർക്ക് വലിയ താല്പര്യമാണ്. പഴയകാലത്തെ ഉമ്മമാരൊക്കെ എത്രയാ സുന്നത്ത് നിസ്കരിച്ചിരുന്നത്, പഴയകാലത്തെ ഉമ്മമാരൊക്കെ എത്രയാണ് സുജൂദ് ചെയ്തിരുന്നത്. അന്നത്തെ ഉമ്മമാരുടെ നിസ്കാരത്തിന്റെ കണക്ക് ഇന്നത്തെ പല ഉമ്മമാർക്കും പറയാൻ കഴിയുന്നില്ലല്ലോ. അന്നത്തെ ഒരുപാട് പഴയ ഉമ്മമാര് സുജൂദ് ചെയ്തതിന്റെ കണക്കോ ഇന്നത്തെ പല ഉമ്മമാർക്കും പറയാൻ കഴിയുന്നില്ലല്ലോ. ആവേശം വേണ്ടത് നിസ്കാരത്തിലാണ്, ആവേശം വേണ്ടത് റുകൂഇലാണ് ഉമ്മമാരെ, സുജൂദിലാണ്. അതിലേറ്റവും ആവേശം കാണേണ്ടത് പാതിരാ സമയത്തുള്ള റുകൂഅ്, പാതിരാ സമയത്തുള്ള സുജൂദ്. പലരും അതാ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമ്പോൾ അപ്പോഴാണ് എണീറ്റിട്ട് റുകൂഅ് ചെയ്യുന്നത്, സുജൂദ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? മൻ കസുറ സ്വലാത്തുഹു ബില്ലൈലി, ഒരാള് രാത്രി കൂടുതൽ നിസ്കരിച്ചാൽ ഹസുന വജ്ഹുഹു ബിന്നഹാർ, പകൽ അദ്ദേഹത്തിന്റെ മുഖം നല്ല സൗന്ദര്യമുള്ള മുഖമാകും. രാത്രി ഫുള്ളാതെ കൂടുതലും സുജൂദ് ചെയ്തയാളാണോ, രാത്രി ധാരാളം നിസ്കരിച്ചയാളാണോ, പിറ്റേന്ന് പകൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നല്ല പ്രകാശമുണ്ടാകും. എന്നാൽ ഇത് പറഞ്ഞതിന് ശേഷം മഹാന്മാര് പറയാണ്, എന്നാൽ രാത്രി ഉറക്കം വടിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാര് നീയൊന്നു നോക്ക്. ചില ചെറുപ്പക്കാരില്ലേ, ഇവിടൊന്നും അത്തരക്കാരില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ കൂടുതൽ പറയില്ല. അവർക്ക് രാത്രി ഉറക്കം വേണ്ട, ഉറങ്ങിയില്ലെങ്കിലും സാരമില്ല. ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നു, ടർഫിൽ കളിക്കുന്നു. പ്രായമുള്ള ഉമ്മാക്ക് ഉറക്കിന് ബുദ്ധിമുട്ടാകുമെന്ന് അവന് നോക്കുന്നില്ല. ബാപ്പാന്റെ ഉറക്കിന് ശല്യമുണ്ടാക്കലാണെന്ന് അവന് ചിന്തിക്കുന്നില്ല. ബാപ്പാക്ക് ഉറക്കം കുറഞ്ഞു പോയാൽ ബാപ്പക്ക് പിറ്റേന്ന് വലിയ പ്രയാസമുണ്ടാകും, ഉമ്മാക്ക് ഉറക്കം കുറഞ്ഞു പോയാൽ പ്രയാസമുണ്ടാകും. അതൊന്നും ഈ മകന് ചിന്തിക്കുന്നില്ല.
ഏതോ നട്ടപ്പാതിരത്തേക്ക് വീട്ടിലോട്ട് കയറി വരുന്ന കൗമാരപ്രായമുള്ള മക്കളുള്ള കാലം, യുവാക്കളായ മക്കളുള്ള കാലം. ഓ ചെറുപ്പക്കാരെ, അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അലാ തറ, നീ കാണുന്നില്ലടാ ചങ്ങാതി. മഹാന്മാര് ചോദിക്കാണ്, നിനക്കെന്തേ കണ്ടുകൂടെ? അന്നമൻ സഹറ ബില്ലൈലി വഹുവ മശ്ഗൂലുൻ ബിസ്സറാബി വല്ലഅബി. ചില ചെറുപ്പക്കാര് കണ്ടില്ലേ, രാത്രി ഇങ്ങനെ മദ്യപിച്ചിട്ട് ഉറങ്ങാതെ, ഇതുപോലെ തന്നെ കള്ളുകുടിച്ച്, ലഹരി ഉപയോഗിച്ച്, കഞ്ചാവ് ഉപയോഗിച്ച് രാത്രി ഉറങ്ങുന്നില്ല. എന്നിട്ടോ അവന് രാത്രി ഉറക്കം വഴിക്കുകയാണ്. എന്നാൽ ലാ യകൂനു വജ്ഹുഹു ഫിന്നഹാരി കവജ്ഹി മൻ സഹറ വഹുവ മശ്ഗൂലുൻ ബിത്വആ. രാത്രി ഉറക്കം വഴിച്ചിട്ട് നിസ്കരിച്ചവന്റെ മുഖം പോലെയല്ല പിറ്റേന്ന് അവന്റെ മുഖം. കഞ്ചാവ് ഉപയോഗിക്കുന്നവന്റെ മുഖത്ത് ഈമാന് കാണൂല, മദ്യപിച്ചവന്റെ മുഖത്ത് ഈമാന് കാണൂല. രാത്രി കളിക്കാൻ വേണ്ടി ഉറക്കം വഴിച്ച ചെറുപ്പക്കാരനാണോ, അവന്റെ മുഖത്ത് ഈമാന് കാണൂല. ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, സ്വഹാബത്തല്ലേ നമ്മുടെ മാതൃക. ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലുകാരനല്ലല്ലോ നമ്മുടെ മാതൃക. ഇന്നലെ മലപ്പുറം ജില്ലയിൽ ഞാനത് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വ്ലോഗറിനെ കുറ്റപ്പെടുത്തുന്നതല്ല, മൊത്തത്തിൽ ഞാൻ പറയുകയാണ്. ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലുകാരനാണോ? യൂട്യൂബ് ഈ അടുത്ത് വന്നതല്ലേ ചങ്ങാതി? ഏതെങ്കിലും ഒരു വ്ലോഗറാണോടാ എന്റെയും നിന്റെയും റോൾ മോഡൽ? ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലുകാരനാണോ? അല്ല. നമ്മുടെ റോൾ മോഡൽ മഹാന്മാരായ സ്വഹാബത്തല്ലേ. ആ സ്വഹാബത്തിനെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? അവരുടെ ആവേശം റുക്അൻ സുജ്ജദാ, അവർക്ക് വലിയ താല്പര്യം റുക്കൂ ചെയ്യുന്നതിലാണ്, സുജൂദ് ചെയ്യുന്നതിലാണ്. ആ റുക്കൂ കൊണ്ട് അവരെന്താണ് ലക്ഷ്യം വെക്കുന്നത്? ആ സുജൂദ് കൊണ്ട് എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത്? ഈ വാള് പറയുന്ന ഞാൻ വാള് പറയുമ്പോൾ എന്റെ കൽബിലുണ്ടാകേണ്ടുന്ന നീയത്ത് ഒന്നാണ്, യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനാ. യജമാനനായ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം മാത്രം, ആ റബ്ബിന്റെ പൊരുത്തം മാത്രം. അങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വാള് പറയുമ്പോഴല്ലേ എന്റെ വാള് എനിക്ക് ഉപകരിക്കുള്ളൂ, കേൾക്കുന്നവർക്ക് ഉപകരിക്കുള്ളൂ, എന്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകരിക്കുള്ളൂ. ഓ